ഗൈസ് നമ്മളിപ്പം ലൈബ്രറിയിലേക്ക് പോവുകയാണ്. ക്ലാസ്സിലെ വർത്താനം കണ്ട ഗൈസ് അപ്പം നമ്മളിപ്പം ക്ലാസ് റൂമിലേക്ക് കയറുകയാണ്. അപ്പം ക്ലാസ് റൂമിൽ കുറേയൊക്കെ ആൾക്കാരുണ്ട്. രണ്ട് ജ്യൂസ് എന്റെ ശരിയാക്കി ഇത് ഒരു കാര്യമില്ല. ഇത് എത്തേണ്ട അടുത്തൊക്കെ എത്തിച്ചെന്ന് കഴിഞ്ഞു. എന്നാ പറഞ്ഞ കാര്യമില്ലല്ലോ, അത് ചെയ്യുന്ന കാര്യം നമ്മൾ ചെയ്യണല്ലോ. എന്നാ ചെയ്താലും ഇത് കാണേണ്ടവരെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവളെ പോട്ടെ, ഇനി അടുത്തൊരാളെ നോക്കാലോ നമുക്കിപ്പം. എന്നുവെച്ചാൽ അടുത്തൊരാൾ ഇതിന് ഇരയാകാതെ നമ്മളത് സേവ് ചെയ്യണല്ലോ. നമ്മൾ ഒന്നോ രണ്ടോ ആൾക്കാർ വിചാരിച്ചത് എവിടെ എത്താൻ പോകുന്നില്ല. എന്നപ്പോ നമ്മള് അങ്ങ് നോക്കുന്നില്ല എന്ന് പറയുമ്പോഴേക്ക് അങ്ങോട്ട് എന്നാ പറയുന്നത്, എനിക്കങ്ങനെ ചെയ്യാൻ തോന്നിയില്ല. അതുകൊണ്ട് ഹായ്. അഞ്ച് സെക്കൻഡോടെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് എല്ലാവരും തന്നെ വരുന്നുണ്ട്. പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാത്തൊരു ലൈവ് ആയതുകൊണ്ട് ഓക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഹായ് ഗൈസ്, എൻ്റെ പേര് സിറിയക്. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ ലോകത്ത് നമ്മൾ അറിയാണ്ട്, നമ്മൾ ചിലപ്പോൾ അറിഞ്ഞിട്ടാണോ എന്നാൽ പോലും നമ്മൾ കാണാതെ നമ്മളത് മൈൻഡ് ചെയ്യാണ്ട് നമ്മളൊന്ന് ഒഴിവാക്കി വിടുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. അത് ഒരു ഒറ്റ കാര്യമുള്ളൂ. അത് ചിലപ്പോൾ നാളെ നമ്മുടെ വീട്ടിലിരിക്കുന്ന നമ്മുടെ അമ്മമാർക്കോ പെങ്ങന്മാർക്കോ ഇല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട ഏതെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലും ഒക്കെ പറ്റുന്ന രീതിയിൽ, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും പറ്റുന്ന രീതിയിലേക്ക് അത്രയും ഒരു വൾഗർ ആക്ടിവിറ്റിയിലേക്കാണ് ഞാനിപ്പം സംസാരിക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ തുടങ്ങിയത്തേക്ക് ഇത്രയും പേര് കയറി വന്നതുകൊണ്ട് ഞാൻ ഇപ്പം പറയുകയാണ്. എൻ്റെ ക്ലാസ്സിൽ ഒരു സാധാരണ രീതിയിൽ ഭയങ്കര മിണ്ടിക്കൊണ്ട് നമ്മൾ എക്സ്ട്രോവേർട്ട് രീതിയിലൊക്കെ നമ്മൾ വർത്താനം പറഞ്ഞ് നമ്മളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് പെട്ടെന്നൊരു ദിവസം വരുന്നില്ല ക്ലാസ്സിലേക്ക്. കാരണം എന്താണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവളുടെ ഫോട്ടോ ഓരോ ടെലഗ്രാം ഗ്രൂപ്പിൽ കൂടെ വരിക. അത് ചുമ്മാ വരുന്ന രീതിയിലല്ല അത് വന്നേക്കുന്നത് അവളെ ഒരു മോർഫ് ചെയ്തിട്ട് തന്നെ അവളെ എന്നിട്ട് വെച്ച് ജനറേറ്റ് ചെയ്തൊരു രീതിയിൽ വേറെ ആരുടെ ഒരു തല മാത്രം വെട്ടി കൊണ്ട് വെച്ചു, അവളുടെ തല മാത്രമേ അവിടെ കൊണ്ട് വെച്ചുവിടും. ആ രീതിക്ക് അത്രയും ടൈപ്പ് ഓഫ് ഒരു ആക്ടിവിറ്റിയിലേക്കാണ് നമ്മളിപ്പം ഫേസ് ചെയ്യുന്നത്. ഇതിപ്പം ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മെയിനായിട്ട് ഇത്രേ ഉള്ളൂ. നാളെ ഇതിപ്പോൾ അവൾക്ക് സംഭവിച്ചു, അപ്പം ഇതിപ്പോൾ നാളെ എൻ്റെ വീട്ടിലിരിക്കുന്ന എൻ്റെ അമ്മയ്ക്കോ എൻ്റെ അനിയത്തിക്കോ ഇത് പറ്റുവാണെങ്കിൽ ഞാൻ തന്നെയല്ലേ ചോദിക്കണമല്ലോ. അപ്പം അതൊന്നും വരാതിരിക്കാനായിട്ട് ഞാനിപ്പോഴേ ഒരു പ്രത്യേകിച്ച് നമ്മുടെ കോളേജിൽ നടക്കുന്ന ഒരു മെയിൻ ഭാഗം തന്നെ ഇതിനകത്തുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെ എനിക്ക് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. എന്ന് വെച്ചാൽ എനിക്കിനി എങ്ങനെ ഹരാസ്മെന്റ് വരുന്നു, എനിക്കിനി തല്ല് കിട്ടും, ഇനി എനിക്ക് കോളേജിൽ പഠിക്കാൻ തന്നെ ആവുമെന്ന് എനിക്ക് പറ്റില്ല. എന്നാൽ പോലും ഇത് റിയാക്ട് ചെയ്യാതെ ഇരിക്കുവാണെങ്കിൽ ഇത് ഇവരുടെ കണ്ടന്റ്സ് മെയിനായിട്ട് ഇങ്ങ് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ വന്നേക്കുന്ന ഇങ്ങനൊരു കാര്യം നമ്മുടെ കോളേജിൽ നടക്കുന്നുണ്ട്. നമ്മുടെ കോളേജിൽ ഇഷ്ടംപോലെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇങ്ങനെ ഫേസ് ചെയ്ത് അവർ കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അതേസമയം ഇത് കേരളത്തിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ പോവുകയാണെങ്കിൽ ഇത് കുറേ പേർക്ക് ഇങ്ങനെ AI ജനറേറ്റഡ് ആയിട്ടും അല്ലാണ്ട് ഇങ്ങനെ മോർഫ്ഡ് ഫോട്ടോസ് വീഡിയോസ് എല്ലാം തന്നെ ഇങ്ങനെ ലീക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് ഒന്നെങ്കിൽ അവരുടെ സ്വകാര്യതയെ അങ്ങ് എന്നാ പറയുന്നത് അവരുടെ മൊത്തത്തിൽ അങ്ങോട്ട് അവരങ്ങ് വലിച്ചു കീറുകയാണ് ഇത് വെച്ച്. അപ്പം ഇതിനൊന്ന് പ്രതികരിക്കുക, ഇതൊന്ന് സമൂഹത്തിലേക്ക് കൊണ്ടുവരിക. നമ്മൾ ജസ്റ്റ് ഫോൺ എടുത്ത് നമ്മൾ നോക്കുന്നല്ലാണ്ട് ഇനിയിപ്പോൾ ഇത് കാണുന്ന എന്തെങ്കിലും പേരൻസ് ആൾക്കാരൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ
ഒന്ന് നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന നിങ്ങളെ മക്കൾ എന്താ ചെയ്യുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക. ചുമ്മാ ഒരു ഫോൺ മേടിച്ച് വെച്ചാൽ അവൻ പഠിക്കുന്നുണ്ട്, ലാപ്പും പഠിക്കുന്നുണ്ട്, ലാപ്പും ഫോൺ മേടിച്ചിട്ട് എല്ലാം തീർന്നു, എല്ലാം ഉത്തരവാദിത്തം ചെയ്യുന്നതിനാ കൃത്യമായിട്ട് ഫീസ് അടയ്ക്കുന്നു എന്ന് മാത്രമല്ല, നിങ്ങളുടെ മക്കൾ എന്താ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്ക്. ഇന്നിപ്പോ ഞാൻ ഇങ്ങനെ പ്രതികരിച്ചില്ലെങ്കിൽ നാളെ ഇപ്പൊ എനിക്ക് വേറെ എന്തെങ്കിലും ഇത് കൂട്ട് വരും. ഓക്കെ, അത്രേ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച്. ഇനി വീട്ടുകാരെ വിളിച്ച് അപ്പോളജി വീട്ടുകാരെ വന്നിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി. ശരിക്കും ഞാൻ വിളിപ്പിച്ച കാര്യം മനസ്സിലായോ? ശരിക്കൊരു യൂട്യൂബ് എന്തോ കണ്ടന്റ് ക്രിയേഷൻ എന്തോ ഒരു ഇതുണ്ടല്ലോ, ചെറിയൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. ഈ അടുത്ത് ഞാൻ അതിനെപ്പറ്റി അറിഞ്ഞായിരുന്നു. ശരിക്ക് ചെയ്ത കണ്ടന്റ് ഞാൻ കണ്ടായിരുന്നു. അത് വളരെ നല്ലൊരു കാര്യമാണെന്ന് ചോദിച്ചാൽ അതെ. കാരണം എനിക്കാണേലും പലപ്പോഴും ഇങ്ങനത്തെ ഓരോ ഇഷ്യൂസിനെ പറ്റിയുള്ള കംപ്ലൈന്റുകൾ വരാറുണ്ട്. കാരണം സിറീഖിനെ പോലുള്ളൊരു ഈ ഒരു യങ്സ്റ്റർ ആയത് തന്നെ ഇതിനെതിരെ പോരാടുന്നതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. അതിനെപ്പറ്റി എന്താ സിറീഖ് എന്തിനു വേണ്ടിയാണ് ഇത് തുടങ്ങിയത് പറയാം. അപ്പം ഇപ്പൊ ഇതിന്റെ എന്താ പറയാ, അവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതിനകത്ത്. പക്ഷെ എന്നാൽ പോലും അവിടെ ഇതിനകത്ത് പെടുന്നു. എന്നിട്ട് ഭയങ്കര കാര്യങ്ങളായിട്ട് അവള് ഇതിൽ തന്നെ പെട്ടിരിക്കുക. കാരണം അതുവരെ സൂയിസൈഡ് വരെ ചെയ്യും എന്നുള്ള രീതിയിലാണ് അവിടെ ഇരിക്കുന്നത്. എനിക്ക് നല്ലതാണ്. പക്ഷെ എന്നെ ആയിട്ട് സംസാരിക്കാനും ഞാനായിട്ട് വർത്താനം പറയാനും അവിടെ ഇതുവരെ താല്പര്യപ്പെട്ടിട്ടില്ല. അപ്പം സിറീഖ് ചെയ്തൊരു നല്ല കാര്യം തന്നെയാണ്. അതിനോടൊപ്പം ഞങ്ങൾ കോളേജിന്റെ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങളും കൂടി ഇതിനുവേണ്ടി ഒരു പ്രിവെൻഷൻ എടുക്കാമെന്നാണ്. ഇപ്പൊ ഇങ്ങനത്തെ ഒരു കേസ് വന്നുകൊണ്ട് സിറീഖ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇത് അറിയാൻ പറ്റി. എന്നാലും അറിയാൻ പറ്റാത്ത പോലെ പല പല കേസുകളും കിടപ്പുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഡിജിറ്റൽ എത്തിക്സ് ആൻഡ് സൈബർ വെൽനെസിന്റെ ഒരു സെല്ല് രൂപീകരിക്കുന്നുണ്ട്. അതാകുമ്പം കുട്ടികൾക്ക് വളരെ ഒരു ഹെൽപ്ഫുൾ ആയ ഒരു കാര്യമായിരിക്കും. കാരണം സിറീഖ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്ത് നമുക്ക് ഇതിനെ ഒരു പ്രിവെൻഷൻ അല്ല, ഇത് തടയാന്ന് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പ്രോപ്പറായിട്ട് നമ്മൾ നിർത്തിയിരിക്കും. അപ്പം ഇനി ഇതിൽ അധികം നമ്മൾ ഇത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ല ഇതിപ്പോ